കാൽവരി കുന്നിന്മേൽ നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത നമ്മുടെ രക്ഷകനായ ദൈവത്തെ പറ്റി നമുക്ക് ഓർമ്മയില്ലേ? നമ്മുടെ രക്ഷകനായ ദൈവത്തെ പറ്റി നമുക്ക് അല്പനേരം ചിന്തിക്കാം. കള്ളന്മാർ നടുവിൽ തേജസ്സായി പുൻമുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. കയ്യിൽ ആണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായി. കയ്യിൽ ആണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായി, കാണുന്നെൻ്റപ്പായി, കാണുന്നെൻ്റപ്പായി. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായി. കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായി. നമുക്ക് കാൽവരി കുന്നിന്മേൽ നമുക്ക് വേണ്ടി ജീവൻ ചിന്തിയ രക്ഷകനായ ദൈവത്തെ നമുക്ക് വണങ്ങാം. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തെ നമുക്ക് നമ്മോടൊപ്പം കൂട്ടാം. നമുക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം സഹിച്ചാണ് നമ്മുടെ രക്ഷകൻ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വേണ്ടി നിറവേറ്റിയത്. ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു സ്വജീവൻ ത്യജിച്ചത്. ദൈവത്തിന് നമ്മോട് ഇത്രയധികം സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചത്. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നമ്മുടെ ദൈവത്തോട് നന്ദി പറയാം. ഇത്രത്തോളം സ്നേഹമാണ് ദൈവത്തിന് നമുക്ക്. ഇതിൽ പരം എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ചും ദൈവകൽപ്പനകൾ പാലിച്ചും ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞും നമുക്ക് ഈ ലോകത്ത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.